ഫയൽ കിട്ടിയോ? ഇപ്പഴാ സർ കിട്ടിയത്. എന്നാ വേഗം കൊണ്ടുവാ. ചേട്ടായി, ചേട്ടാ. ഓ, ചേട്ടൻ ഇവിടെ ഇല്ലേ? അല്ല, ചേട്ടനില്ല, തനിക്കെന്താ ഇവിടെ കാര്യം? ആഫ്റ്റർ ഓൾ ഒരു ഡ്രൈവർ ആയ താൻ എന്നെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വരുന്നോ? മര്യാദയ്ക്ക് നിന്നോണം. ശ്രുതി, എന്താ പറഞ്ഞത്? സുനിൽ വെറും ഡ്രൈവർ അല്ല, ബോസിന് ബ്രദറിനെ പോലെയാ. നീ ഇങ്ങനെ സംസാരിക്കരുത്. നിങ്ങളൊക്കെ കൂടിയാ ഇവൻ ഇത്രയ്ക്ക് സ്വാതന്ത്ര്യം കൊടുത്തത്. 2 ദിവസം കഴിഞ്ഞ് നിങ്ങൾ അങ്ങ് പോവും. അത് കഴിഞ്ഞ ഓരോരുത്തരെയും നിലയ്ക്ക് നിർത്തേണ്ടത് ഞാനല്ലേ? അതുകൊണ്ടാ പറഞ്ഞത്. സാരമില്ല സുനിൽ, ഏതോ ടെൻഷനിൽ അവളങ്ങനെ പറഞ്ഞതായിരിക്കും. ഇല്ല, എനിക്കൊരു ഫീലിംഗും ഇല്ല. ഇതിനെല്ലാം കാരണക്കാരി നിങ്ങളല്ലേ? നിങ്ങൾ പോവാന്ന് പറഞ്ഞുകൊണ്ടല്ലേ അവള് വന്നത്? ചേട്ടന്റെ കൂടെ വേണ്ടത് നിങ്ങളെ പോലുള്ളവരാ, അല്ലാതെ ഇവളെ പോലുള്ളവരല്ല. നിങ്ങൾ രാജിക്കത്ത് കൊടുക്കേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു. ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചിട്ട് പോരെയല്ല? കൊണ്ടുവന്നോ? ഓ, വെരി ഗുഡ്. എനിക്ക് ഉറപ്പായിരുന്നു നീ അത്രയ്ക്ക് മിടിക്കുകയല്ലേ. കൃത്യസമയത്ത് എത്തിച്ചു. ഫയലിംഗ് കൊണ്ടുവാ. ആദ്യം എന്റെ അച്ഛനെ കൊണ്ടുവാ. നിന്റെ അച്ഛൻ പയ്യെ വന്നോളും. അതുവരെ നീ ആ GK അടുത്ത് തന്നെ ഉണ്ടാവണം. ഞാൻ പറയുന്ന അനുസരിച്ച് GK നശിപ്പിക്കാനുള്ള കരുക്കൾ നീക്കിക്കൊണ്ടേയിരിക്കണം. നിങ്ങൾക്ക് ടെൻഡർ ഫയൽ കിട്ടണമെങ്കിൽ ആദ്യം എന്റെ അച്ഛൻ പുറത്തു വരണം. എന്റെ അച്ഛനെ കരുവാക്കിക്കൊണ്ട് വീണ്ടും ആ GKയെ ദ്രോഹിക്കാനാണ് ഉദ്ദേശമെങ്കിൽ അത് നടക്കാൻ പോകുന്നില്ല. സർ, നോക്കി നിൽക്കാതെ ആ ഫയൽ പിടിച്ച് വാങ്ങിടാ. വേണ്ടി വന്ന രണ്ടിനെ കൊന്നേക്ക്. ഒരു കാരണവശാലും ആ ഫയൽ ടെൻഡർ ഓഫീസിൽ എത്തരുത്. എന്താടോ ഇത്? മൊബൈലിൽ പോലും കിട്ടുന്നില്ലല്ലോ. ബോസ് എവിടെ? അനു എവിടെ? ആ ഫയലെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. എല്ലാരും ടെൻഡർ കൊടുത്തു കഴിഞ്ഞു. ഇനി 1/2 മണിക്കൂറേ ഉള്ളൂ. അതിനുള്ളിൽ നമ്മുടെ ഫയൽ കൊടുത്തില്ലെങ്കിൽ നമ്മുടെ ചാൻസ് മിസ്സാവും. ഇവരിത് എവിടെ പോയി കിടക്കുക? സാർ എന്തിനാ സാർ ടെൻഷൻ അടിക്കുന്നത്? നമ്മൾ ടെൻഡർ കൊടുത്തിട്ടില്ലല്ലോ, പിന്നെന്താ? അഥവാ ടെൻഡർ കൊടുത്തിരുന്നെങ്കിൽ എങ്ങനെ ടെൻഷൻ അടിക്കണമെന്ന് പ്രാക്ടീസ് ചെയ്യായിരുന്നു. നോട്ട് ദാറ്റ് പോയിന്റ്. ഓ, അനുവിനെ വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. വേഗം, കീപ് ഗോയിങ്. Ladies and gentlemen, as per the schedule, the applications are closed. Here is the result. The prestigious Shamshabad International Airport contract goes to GK Construction Line. Congratulations, Mr. Gopalakrishnan. GK Construction Line. Thank you. Sir, congrats, sir. Congrats, sir. Congrats, sir. We got it, sir.
ഗോഡ് ഈസ് ഗ്രേറ്റ് സർ. ഞാൻ ഒത്തിരി ടെൻഷൻ അടിച്ചു സർ, ഒത്തിരി ടെൻഷൻ അടിച്ചു. നിങ്ങളോട് ആര് പറഞ്ഞു വെറുതെ ടെൻഷൻ അടിക്കാൻ? ഈ സാഗറിന് നേരത്തെ അറിയാമായിരുന്നു ഈ കോൺട്രാക്ട് നിങ്ങൾക്കേ കിട്ടുമെന്ന്. താങ്ക് യു ചാർലി. ഇതെങ്ങനെ സാധിച്ചു? സർ, all of this happened because of അനു സർ. അവൾ ഹോസ്പിറ്റലിൽ പോലും പോകാതെ ലാസ്റ്റ് മിനിറ്റിൽ വന്ന് ഫയൽ സബ്മിറ്റ് ചെയ്യായിരുന്നു. സാറിന്റെ ഏറ്റവും വലിയ സ്വപ്നം നിറവേറിയല്ലോ. ശ്രുതി, ടെൻഡർ ഓഫീസിലേക്ക് പോ. ചേച്ചി ടെൻഡർ ഓഫീസിലേക്ക് പോക. കൺഗ്രാറ്റുലേഷൻസ് സർ. SRK. എടാ, നീ ആണാണെങ്കിൽ ഹാൻഡ് ടു ഹാൻഡ്, ഫേസ് ടു ഫേസ് എന്നോടൊന്ന് മുട്ടി നോക്ക്. ഇങ്ങനെ ആണും പെണ്ണും കെട്ട കളി കളിച്ചാൽ ഒന്നുകളെ ഞാൻ. ശ്രുതിയെ കരുവാക്കി കോൺട്രാക്ട് തട്ടിയെടുക്കാന്ന് കരുതിയോടാ. ഓടാ. നിന്നെ ഞാൻ വിടില്ലടാ, നിന്നെ ഞാൻ വിടില്ല. നിനക്കെന്നെ അറിയില്ല. സർ, എന്താ ഇത്? അനുവിന്റെ സാലറി സ്റ്റേറ്റ്മെന്റ് സെറ്റിൽമെന്റ് പേപ്പേഴ്സ് ആണ് സർ. ഇന്ന് ഓഫീസിൽ അനുവിന്റെ ലാസ്റ്റ് വർക്കിംഗ് ഡേ ആണ്. അനു പോകാൻ തന്നെ തീരുമാനിച്ചോ? സർ, പബ്ലിക്കായി അനുവിനെ വഴക്ക് പറഞ്ഞുകൊണ്ടല്ലേ അവർ റിസൈൻ ചെയ്തേ. പോകണ്ടെന്ന് സാർ ഒരു വാക്ക് പറഞ്ഞ ഒരു പക്ഷേ. സോറി സർ, ഈ പേപ്പേഴ്സിലൊക്കെ സാറിന്റെ അനുവിന്റെ സൈൻ വേണം. വരാൻ പറയൂ. ഓക്കെ സർ. ചേച്ചി, ബോസ് വിളിക്കുന്നു. അദ്ദേഹം പോകണ്ടെന്ന് പറഞ്ഞാൽ സമ്മതിക്കണേ ചേച്ചി, പ്ലീസ്. അങ്ങനെ പറഞ്ഞില്ലെങ്കിലോ? പോകുന്നില്ല എന്ന് ചേച്ചി പറയണം. രണ്ടുപേർക്കും ഇടയിൽ ഈഗോ എന്നൊരു ചെറിയ പ്രശ്നമേ ഉള്ളൂ. ആരെങ്കിലും ഒരാൾ തലകുനിച്ചാലേ അത് മാറ്റാൻ പറ്റുള്ളൂ. പ്ലീസ് ചേച്ചി, ജോലി കണ്ടിന്യൂ ചെയ്യുമെന്നുള്ള ഗുഡ് ന്യൂസുമായിട്ട് വേണം വരാൻ. ഈ അനിയത്തിയാണ് സത്യം. അനു, ഈ ഓഫീസിൽ ഇന്ന് തന്റെ ലാസ്റ്റ് വർക്കിംഗ് ഡേ ആണെന്ന് ഞാൻ ഓർത്തില്ല. അപ്പോഴത്തെ ദേഷ്യത്തിന് അങ്ങനെയൊക്കെ ചെയ്തെങ്കിലും ദേഷ്യം മാറുമ്പോൾ റെസിഗ്നേഷൻ ലെറ്റർ തിരികെ വാങ്ങുമെന്നാണ് ഞാൻ കരുതിയത്. ഇവിടെ ശ്രുതി ഞാൻ അപ്പോയിന്റ് ചെയ്തത് തനിക്ക് പകരമായിട്ടില്ല, തന്റെ അസിസ്റ്റന്റായിട്ടാ. താൻ പോകുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. തന്റെ തീരുമാനം എന്താണെന്ന് എനിക്ക് അറിയുമില്ല. പോകാനാണ് തീരുമാനമെങ്കിൽ സൈൻ ചെയ്യും, അത് കഴിഞ്ഞ് ഞാൻ ഇട്ടോളാം. അനു, താൻ പോയാൽ എനിക്കൊരു നല്ല സെക്രട്ടറിയെ മാത്രമല്ല, എന്നും എന്റെ നന്മ മാത്രം ആഗ്രഹിക്കുന്ന നല്ലൊരു ഫ്രണ്ടിനെ കൂടി എനിക്ക് നഷ്ടപ്പെടുന്നു. ഈ ഒപ്പിലൂടെ ജോലിയുമായുള്ള തന്റെ ബന്ധം മുറിഞ്ഞു പോയേക്കാം. പക്ഷെ എനിക്ക് തന്നോടുള്ള സ്നേഹം മാത്രം ഒരിക്കലും പോകില്ല. അനു, എന്തു പറ്റി അനു? അനു, എനിക്ക് ഇവിടം വിട്ടു പോകാൻ ഒരിക്കലും ആവില്ല. അനു, അതിനാണോ ഇങ്ങനെ കരയുന്നത്? ഞാൻ ആഗ്രഹിച്ചത് അത് തന്നെയാ. ഈ ജോലി അനുവിന് തന്നെ ഉള്ളതാ, വേറെ ആർക്കും ഉള്ളതല്ല. അനു, അനു, അനു ഇങ്ങനെ ഇമോഷണൽ ആവുന്ന എന്തിനാ? ഇത്ര സെന്റിമെന്റ് ആണല്ലോ താൻ? നല്ല ധൈര്യം ഉണ്ടെന്നാണല്ലോ ഞാൻ കരുതിയത്. ഇങ്ങനെ കൊച്ചുകുട്ടികളെ പോലെ കരയാതനു. കമോൺ, cheer up, take it easy. Come on.
കരയണ്ട, കൂൾ ഡൗൺ. ഈ ഓഫീസ് മാത്രമല്ല, ജീവിതത്തിൽ നിങ്ങളെ വിട്ടുപോകാൻ ഒരിക്കലും എനിക്കാവില്ല. ചെറുപ്പം മുതൽ ഞാൻ അനുഭവിച്ച എന്റെ കഷ്ടപ്പാടുകൾക്ക് ദൈവം അയച്ചു തന്ന ആശ്വാസമാണ് നിങ്ങൾ. നിങ്ങൾ എന്റെ കഴുത്തിൽ താലി കെട്ടണമെന്നും ജീവിതകാലം മുഴുവൻ ഒന്നിച്ച് ജീവിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. നിങ്ങളിപ്പോ എന്റെ ഈ കൈ പിടിക്കുകയാണെങ്കിൽ ഞാൻ ജീവിതത്തിൽ ഒരിക്കലും നിങ്ങളെ വിട്ടു പോവില്ല.